പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ.എസ്. സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ ഗവർണർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കുറ്റക്കാരെന്ന് റിപ്പോർട്ട് നൽകിയ ഡീനിനെയും വാർഡനെയും സർവീസിൽ പ്രവേശിപ്പിക്കാനുള്ള തീരുമാനത്തിൽ ശക്തമായ പ്രതിഷേധം. സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണക്കാരായ കോളേജ് ഡീനിനെയും ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡനെയും യാതൊരു ശിക്ഷാ നടപടികളും കൂടാതെ സർവീസിൽ തിരികെ പ്രവേശിപ്പിക്കാനുള്ള സർവകലാശാല മാനേജിംഗ് കൌൺസിൽ തീരുമാനം തടയണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച് ഒരുപറ്റം വിദ്യാർത്ഥികൾ നടത്തിയ ആൾക്കൂട്ട കൊലപാതകം അന്വേഷിക്കാൻ ഗവർണർ നിയോഗിച്ച ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് ഹരിപ്രസാദിന്റെ റിപ്പോർട്ടിൽ ഡീനും അസിസ്റ്റന്റ് വാർഡനും കുറ്റക്കാരാണെന്നും അവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. പ്രസ്തുത റിപ്പോർട്ട് പരിഗണിച്ച യൂണിവേഴ്സിറ്റി മാനേജിംഗ് കൌൺസിൽ ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ മറവിൽ യാതൊരു നടപടികളും കൂടാതെ രണ്ടുപേരെയും തിരികെ സർവീസിൽ പ്രവേശിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വി.സി. മാനേജിംഗ് കൌൺസിൽ അംഗമായ ടി. സിദ്ദിഖ് എം.എൽ.എ. ഉൾപ്പെടെ 4 പേർ വിയോജിച്ചപ്പോൾ മറ്റൊരംഗമായ സച്ചിൻ ദേവ് എം.എൽ.എ. ഉൾപ്പെടെ 12 പേർ ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും തിരിച്ചെടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നായിരുന്നു ഇവർക്ക് അനുകൂല തീരുമാനം ഉണ്ടായത്. കോളേജ് ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും തിരികെ സർവീസിൽ പ്രവേശിപ്പിക്കാനുള്ള ഭരണസമിതിയുടെ തീരുമാനം സംബന്ധിച്ച റിപ്പോർട്ട് വി.സി. ഡോക്ടർ കെ.എസ്. അനിൽ ഗവർണർക്ക് നൽകി. ഗവർണറുടെ അനുമതി ലഭിച്ചതിനു ശേഷം മാത്രമായിരിക്കും ഭരണസമിതി തീരുമാനം വി.സി. നടപ്പിലാക്കുന്നത്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള സിബിഐയുടെ അന്വേഷണം പോലും സ്വാധീനിക്കപ്പെട്ടതായി ആക്ഷേപം നിലനിൽക്കെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചെടുക്കാനുള്ള യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം. വെറ്ററിനറി യൂണിവേഴ്സിറ്റി ഭരണസമിതിയുടെ തീരുമാനം അക്കാദമി സമൂഹത്തിന് തെറ്റായ സന്ദേശമാകും നൽകുക. ഇത്തരം സംഭവങ്ങൾ ഭൂരിപക്ഷ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ടതല്ലെന്നും യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം തടഞ്ഞ് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുവാൻ നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി.